ആൻറ്റി, ഞാൻ ശ്രുതിനെയും കൂട്ടിയിട്ട് ഞാൻ ആൻറ്റിയുടെ അടുത്തേക്ക് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ആൻറ്റി, ശ്രുതി പ്രഗ്നൻ്റ് ആണ് ആൻറ്റി. പ്രഗ്നൻ്റോ? അപ്പോൾ ഇവള് ഇന്നലെയൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവളിതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. വർഷ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം ഞാൻ ഇവളോട് പറഞ്ഞിട്ട് ഇവള് മിണ്ടിയില്ലല്ലോ. ആൻറ്റി, അത് അവള് വിഷമം കൊണ്ടാണ്. ശ്രുതി കൂടെ ഇല്ലാത്ത കാരണം അവൾ ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണ ആൻറ്റി. അതാണ് അവൾ പറയാഞ്ഞത്. അവൾ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇരിക്കണ ആൻറ്റി. മോളെ ശ്രുതി, നീ എന്താ അബദ്ധമായി പറയണ? ശ്രുതി ഇല്ലാതെ ഞാൻ എങ്ങനെ കുഞ്ഞിനെ വളർത്തുക ആൻറ്റി? എനിക്ക് വളർത്താൻ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ആൻറ്റി ഞാൻ അബോർഷനെ പറ്റി ചിന്തിച്ചത്. നീ വിഷമിക്കാതിരിക്കേ. നിനക്ക് ചന്ദ്രോദയത്തിൽ തിരിച്ചു പോകണം, അത്രയല്ലല്ലോ. ഈ വിവരം ഞാൻ തന്നെ നേരിട്ട് അവിടെ പോയി സംസാരിച്ചോളാം. ഞാൻ തന്നെ സംസാരിച്ച് ശ്രുതിയോടും ചന്ദ്രയോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ തന്നെ ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചോളാം. നീ വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ ശ്രുതി ഗർഭിണിയാണെന്നുള്ള കള്ളത്തരം ബാമയുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൊണ്ട്. കൂട്ടുകാരി ഇന്നത്തെ ചെമ്പന്നിപ്പൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷേനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് മധുസൂദനൻ. നാം പറഞ്ഞിട്ടുണ്ടല്ലോ, വർഷയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാവില്ല ശിക്ഷ. മഹിമേ, എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയുമെന്നൊക്കെ പറയുമ്പോൾ മധുസൂദൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് മഹിമ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ മധുസൂദന് പറ്റിയെന്നുള്ള ടെൻഷനിലാണ് മഹിമ. അപ്പോൾ പറയും, നമ്മളിങ്ങനെ വെറുപ്പും വിദ്വേഷമൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല, നമ്മൾ നേരത്തെ കുട്ടി മാറേണ്ടതായിരുന്നു. ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ഇത് മനസ്സിലാക്കേണ്ടായിരുന്നു. സത്യത്തിൽ നമ്മുടെ മോള് ചെയ്തതിൽ എന്താ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് മധുസൂദനും വർഷയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും അനുകൂലിച്ച് സംസാരിക്കുകയാണ്. ഇനി മേലെ നമ്മുടെ ഭാഗത്തു നിന്ന് അവരെ വേദനിപ്പിക്കുന്ന യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ എത്ര കാലത്തേക്ക് ഉണ്ടാവും മഹിമേ? മരിക്കുന്ന സമയത്ത് നമുക്കൊരു തുണ്ട് വെള്ളം തരാൻ കൂടി ഒരാളും ഉണ്ടാവില്ല, നമ്മളെല്ലാവരും വെറുപ്പിച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറയണം. എന്നിട്ട് പറയണം, നിനക്ക് ഇനി ഒരു സർപ്രൈസ് ഞാൻ തരാം. ഞാനിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് അറിയാം. ഞാൻ എൻ്റെ മോളെ കാണാൻ ചന്ദ്രോദയത്തിലേക്കാണ് പോകണമെന്ന് പറയുമ്പോൾ മഹിമയെ, മധുവായിട്ട് ചന്ദ്രോദയത്തിലേക്ക്? അതെ, ഞാൻ അവിടെ പോവാണ്. ഞാൻ അവിടെ പോയിട്ട് എല്ലാവരെയും കണ്ടിട്ട് ഞാൻ വരാം. ഇപ്പം നീ ഞെട്ടിയില്ലേ? ഇനി നോക്കിക്കോ, ഞാൻ ആകെ മാറാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് മധുസൂദനൻ അങ്ങനെ പോവാണ്. അങ്ങനെ വർഷയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ അനുകൂലിച്ച് പറഞ്ഞുകൊണ്ട് മധുസൂദനൻ തൻ്റെ മകളെ, ഗർഭിണിയായ തൻ്റെ മകളെ കാണാൻ വേണ്ടി എല്ലാ പിണക്കവും പരിഭവവും മറന്ന് ചന്ദ്രോദയത്തിലേക്ക് പോവാണ്. ഇത് കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ മഹിമ കേട്ടോ. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രേവതിയും ഹർഷി, സച്ചിയും ശ്രീകാന്തൊക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ്. അവരെന്നെ കാത്തിരിക്കുകയാണ് ചന്ദ്രമതി രവീന്ദ്രനെ കൂടിയിട്ട്. അപ്പോൾ ചന്ദ്രമതി പറയേണ്ടത്, എന്താ ഇവരെ കാണാത്ത? ഡോക്ടറെ കാണാൻ പോയവരെ കാണാനില്ലല്ലോ. രേവതി എന്തിനാ ഇവളെ തോളിലേറ്റ് നടക്കണമെന്നാണ് എനിക്കറിയാത്തത് എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, നിന്റെ മോൻ തന്നെയല്ലേ ശ്രീകാന്ത്. അവന് കുട്ടി ഉണ്ടാകുമ്പോൾ നിനക്ക് യാതൊരുവിധ സന്തോഷത്തിലേക്കും അവനും കുട്ടി ഉണ്ടാകുന്ന എനിക്ക് സന്തോഷം തന്നെ. പക്ഷെ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ഈ രേവതി എന്തിനാ ഒരു അമ്മയെപ്പോലെ അവളെ തോളിലേറ്റ് നടക്കുന്നത്? ഞാനില്ല ഇവിടെ അവളുടെ കാര്യങ്ങളൊക്കെ നടത്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം രവീന്ദ്രൻ പറയാണ്, രേവതി മോള് ശരിക്കും ഒരു ചേച്ചിയുടെ സ്ഥാനത്തല്ല, വർഷയ്ക്ക് ഒരു അമ്മയുടെ സ്ഥാനത്താണ്. അവള് നിന്നെക്കാട്ടിലും കൂടുതൽ വർഷേനെ കെയർ ചെയ്യും, എനിക്കത് 100% ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ രേവതിനെ അനുകൂലിച്ചുകൊണ്ട് ചന്ദ്രയോട് സംസാരിക്കാനും ചന്ദ്രയ്ക്ക് അത് ഇഷ്ടാവണേയില്ല. അപ്പം അത് കേട്ടിട്ട് അവരുടെ സംസാരം കഴിയുന്നതിനിടയിൽ കൂടെ രേവതിയും ശ്രീകാന്തും സച്ചിയൊക്കെ കൂടിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരാണ്. ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നിട്ട്, എന്തായി മക്കളെ, ഡോക്ടറെ കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ, കണ്ടു വച്ചാ എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല, സ്കാനിങ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഇനിയിപ്പോൾ കുറച്ച് ദിവസം സ്റ്റുഡിയോയിലേക്കൊന്നും പോകണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും വർഷം ഇങ്ങനെ വിചാരിക്കണം, ഇവരൊക്കെ എന്തൊരു സന്തോഷത്തിലാണ്. ഈ സന്തോഷം അടുത്ത കാലം വരയ്ക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഇതിനെ നശിപ്പിച്ചേ ഇരിക്കുമെന്ന് അങ്ങനെ വർഷം മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ രേവതി ചോദിക്കേണ്ട വർഷയോട്, എന്താ വർഷം ചിന്തിക്കണേ? ഒന്നുമില്ല എന്ന് പറയാണ് വർഷം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കഴിഞ്ഞ് വർഷയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് വർഷ റൂമിലേക്ക് പോയി സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ചന്ദ്രോദയത്തിന് മുമ്പിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വിചാരിക്കുകയാണ്, ആരാ അപ്പോൾ കാറിലാണാവോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛൻ മധുസൂദനൻ വന്നിട്ട് കാറിൽ വന്ന് ഇറങ്ങാണ്. അപ്പം മധുസൂദനെ കാണുമ്പോൾ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ചന്ദ്രമതിയും രവീന്ദ്രനും. എന്താ പാളുപെടയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മധുസൂദനൻ വന്നിട്ട് ഒരു കവർ നിറച്ച സാധനങ്ങളുണ്ട്. മധുസൂദനൻ വന്ന് അതിൻ്റെ അവിടെ നിൽക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ഓർക്കുകയാണ്, മധുസൂദനൻ കളിയാക്കിയതും മകനെ വളർത്തിയതിന് കുറ്റം പറഞ്ഞതൊക്കെ അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ ഓർക്കും. മധുസൂദനൻ ചോദിക്കാണ്, രവി ഞാൻ അകത്തേക്ക് വരട്ടെ ചോദിക്കണം. അപ്പോൾ പറയാണ്, കടന്നു വരുമെന്ന് പറയണം. അങ്ങനെ വന്നിട്ട് മധുസൂദനൻ വന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് ഹോളിക്ക് വരും. അപ്പോൾ സച്ചി ചോദിക്കും, താൻ എന്തിനാടോ ഇങ്ങോട്ട് വന്ന് വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? താൻ മര്യാദയ്ക്ക് ഇവിടുന്ന് വഴക്കുണ്ടാക്കാതെ സ്ഥലം വിട്ടോ, അതാ നല്ലതെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നല്ല സച്ചി, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറയാൻ വേണ്ടി വന്നതാന്നൊക്കെ പറയും. തൻ്റെ അഭിനയം കൊള്ളാം, താൻ എൻ്റെ അച്ഛനെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയോ? എനിക്കറിയാം, ഞാനതൊക്കെ ഏറ്റു പറയാനും വന്നത്. ഞാനിപ്പോൾ ഒരു വഴക്ക് കൂടലിനോ പകപോക്കലിനോ ഒന്നും വന്നാൽ ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണണം, നിങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറയണം, അതിന് വേണ്ടി വന്നതാന്ന് പറയും മധുസൂദൻ. അപ്പോൾ ഇവരാകെ പെട്ടെന്ന് അന്തം വിടുകയാണ്. ആ സമയത്താണ് വർഷി ശ്രീകാന്ത് ഹോളിക്ക് വരുന്നത്. അപ്പോൾ മോളെ,
അച്ഛന് ഒരുപാട് സന്തോഷമായി. അച്ഛൻ എന്തിനായിരുന്നു നിന്നോട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരാവശ്യമില്ലായിരുന്നു. കാരണം നീ ഒരു പുരുഷനെ സ്നേഹിച്ചു, അവൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അത് തടയാൻ അച്ഛന് എന്താ അവകാശം? ശരിക്കും അച്ഛനെ നടത്തി തരില്ല വേണ്ടായിരുന്നു, നീയായിരുന്നു ശരി മോളെ. ഞാൻ വിചാരിച്ചത് കാശില്ലാത്ത കാരണം ശ്രീകാന്തിന് എനിക്ക് ദേഷ്യമായിരുന്നു, രവീനെ എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ നീ തിരഞ്ഞെടുത്ത വഴിയാണ് ശരി. കാശിനും പണത്തിനും നല്ല മോളെ, സ്നേഹത്തിനാണ് വാല്യൂ. ഈ വീട്ടിലുള്ളവരുടെ സ്നേഹവും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നുക. എനിക്കിപ്പോൾ ഇവരെ പോലെയൊക്കെ ആവാനാ തോന്നണം എന്നൊക്കെ വിചാരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ വർഷം ഇങ്ങനെ ആകെ എന്താ അച്ഛന് പറ്റി, അച്ഛൻ ഇങ്ങനെ നല്ലല്ലോ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പം മധുസൂദനൻ പറയാണ് അച്ഛന് സന്തോഷമായി, മോളൊരു അമ്മയാവാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഇതിൽ പരം ഒരു ആനന്ദമില്ല. ഞാൻ എടുത്തു വളർത്തിയ എൻ്റെ മോളെ, പക്ഷെ എത്ര പെട്ടെന്ന് ആ കാലങ്ങൾ മാറണ ശ്രീകാന്തേ മോനെ, എനിക്ക് നിന്നോട് ദേഷ്യം എന്നപ്പോൾ എനിക്ക് ഒരു ദേഷ്യമില്ല കേട്ടോ രവീന്ദ്ര, എനിക്ക് ഒരു ദേഷ്യമില്ല നിങ്ങളോട്, ആരോട് എനിക്ക് എന്നോട് പൊറുക്കണം, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ നിങ്ങളെല്ലാവരും മാപ്പ് തരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയണം മതി അഭിനയം, ഇറങ്ങി പോകാൻ നോക്കുന്നൊക്കെ പറയാണ്. ഞാൻ പോയിക്കോളാം, ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, ശരി മോളെ അച്ഛൻ ഇറങ്ങാന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും നിൽക്കുക, ഏതായാലും വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയണം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ്റെ കൂടെ അവിടെ മധുസൂദനൻ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയുടെയും പ്ലാനിങ് ഉണ്ട്, ശ്രുതിയുടെയും മീരയുടെയും പ്ലാനിങ് പ്രകാരം അവർ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വരികയാണ്. ചന്ദ്രമതിയുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്തിനെപ്പം ഇങ്ങോട്ട് വന്നു ശ്രുതി, നീ വന്നിട്ടൊരു കാര്യമില്ല, എനിക്ക് ഇപ്പോഴത്ര പെട്ടെന്നൊന്നും എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല, ഞങ്ങൾ അതിനല്ല വന്നത്, വേറൊരു കാര്യം പറയുമ്പോൾ എന്താ ചോദിക്കുമ്പോഴേക്ക് ശ്രുതി ഓടിപ്പോവാണ് ഛർദ്ദിക്കാൻ, വന്നിട്ട് വാഷ് ബേസിൻ്റെ അവിടേക്ക് ഓടിപ്പോയിട്ട് ഛർദ്ദിക്കുകയാണ്. അപ്പം മീരയോട് ചോദിക്കുക എന്താ അവളെ ഛർദ്ദിക്കണം, എന്താ മോളെ നിനക്ക് പറ്റിയേ, ഇത് പറയാൻ തന്നെ ആൻറ്റി ഞങ്ങൾ വന്നത് പറയുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയാം ശ്രുതി ഗർഭിണിയാണ് പറയും. ഗർഭിണിയോ? അപ്പം നീ ഇന്നലെ വന്നപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ വർഷ ഗർഭിണിയാന്ന് പറഞ്ഞപ്പോഴും നീ ഒന്നും മിണ്ടിയില്ലല്ലോ. വർഷ ഗർഭിണിയാവുന്നതിന് മുമ്പ് ഗർഭിണിയായത് ആൻറ്റി, ഞാനത് മനഃപൂർവ്വം പറയാതിരുന്ന പറയുമ്പോൾ അതെന്തുകൊണ്ട് നീ പറഞ്ഞില്ല ചോദിക്കുമ്പോൾ പറയും അവൾ ആ കുട്ടീനെ അബോർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആൻറ്റി പറയണ. മീര അബോർട്ട് ചെയ്യാനോ? അതെ, ശ്രുതി എന്തായാലും ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നടക്കല്ലേ, പിന്നെ ശ്രുതി ഇല്ലാണ്ട് അവൾ ആ കുട്ടീനെ എങ്ങനെ വളർത്തും, അതുകൊണ്ട് ആ കുട്ടീനെ അബോർഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ആരോടും പറയാതിരുന്നത്, അവൾക്കും എനിക്കും മാത്രം ആ സത്യം അറിയുള്ളൂ ആൻറ്റി പറയണ. മീര മോളെ നീ എന്താ അബദ്ധമായി ചെയ്യണേ, ഒരു ജീവൻ നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിനക്കുണ്ടോ, നീ എന്ത് ബുദ്ധിമോശങ്ങളാണ് ചെയ്ത് കളിക്കണേ പറയുമ്പോൾ പറയും ഞാൻ എന്താ ചെയ്യുക ആൻറ്റിക്ക് വേറെ നിർവാഹമല്ലേ, എനിക്ക് എന്നെ ഇനി അങ്ങോട്ട് കയറ്റില്ലല്ലോ ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സംസാരിക്കാൻ ചന്ദ്രോട്, ഞാൻ സംസാരിക്കാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കാൻ, നിന്നെ തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് കയറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം, ചന്ദ്രയ്ക്ക് എന്തായാലും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവും, നിന്നെ സ്വീകരിക്കാതിരിക്കില്ല, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതിയും മീരയും കൂടി പരസ്പരം നോക്കിയിട്ട് അവരുടെ പ്ലാനിങ് ജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കണം. അപ്പോൾ ശരി ആൻറ്റി ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വന്നത് പറയുമ്പോൾ നിങ്ങളിവിടെ വന്ന് ഒന്നും കഴിക്കാറില്ല, ഞാൻ പായസം ഉണ്ടാക്കാൻ പറയുമ്പോൾ ഒന്നും വേണ്ട ആൻറ്റി ഇതൊന്ന് പോയിട്ട് സംസാരിച്ചാൽ മതി പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട മോളെ, ഞാൻ ഞാനിത് സംസാരിച്ചോളാം, നീ വിഷമിക്കാതിരിക്കും, ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമാണെന്നൊക്കെ വേണ്ടി ഭാമ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാണ്. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അവർ പറയണം നമ്മുടെ ഐഡിയ ഏറ്റവും മീരയെന്ന് പറയണം. ഭാമ അപ്പം ഇങ്ങനെ വിചാരിക്കണം ഈശ്വര പാവം ശ്രുതി എന്തുമാത്രം ടെൻഷനാണ് കുട്ടി അനുഭവിക്കുന്നുണ്ട്, എന്തായാലും ഇത് ചന്ദ്രയോട് സംസാരിക്കണം എന്നൊക്കെ ഭാമ വിചാരിക്കണം. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ മധുസൂദനൻ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു പോകാൻ വേണ്ടി എഴുന്നേറ്റിട്ട് രവീന്ദ്രനോട് പറഞ്ഞു ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് മാപ്പ് തരണം മോളെ രേവതി, എല്ലാം മറക്കണം, എല്ലാവരും എനിക്ക് മാപ്പ് തരണം, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് വെച്ചാൽ ഞാൻ ഏറ്റവും സേഫായ സ്ഥലത്തേക്കാണ് എൻ്റെ മോളെ വിട്ടേക്കണത്, എനിക്കറിയാം നിങ്ങളൊക്കെ അവരെ പൊന്നുപോലെ നോക്കുന്ന രവീന്ദ്ര, നിൻ്റെ മോനെ എൻ്റെ മോള് കല്യാണം കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ മോളെ പോലും ഞാൻ തള്ളിപ്പറഞ്ഞു, നിൻ്റെ മോനും തള്ളിപ്പറഞ്ഞു, പക്ഷെ നീ എന്താ ചെയ്തേ, എൻ്റെ മോളേനെ നിൻ്റെ മോൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോളെ കൂടി നീ നിൻ്റെ മോളായിട്ട് സ്വീകരിച്ചു, അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം, ശരിക്കും നിന്നെ പോലെയാണ് രവീന്ദ്ര ആവേണ്ടത്, നീ ഭാഗ്യവാനാ, കാരണം നിനക്ക് എത്ര പേര് സ്നേഹിക്കാനാണ്, എൻ്റെ ചുറ്റും എൻ്റെ സ്വഭാവം കാരണം എനിക്ക് ശത്രുക്കളും വെറുപ്പുള്ളവരും അല്ലേ, എനിക്ക് നിന്നെ പോലെ ആവാൻ ഇഷ്ടം രവീന്ദ്ര, ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് നീയാണെന്ന് പറയാണ് രവീന്ദ്രനോട്. അപ്പോൾ ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ വാ തുറന്ന് നിൽക്കുകയാണ്, സത്യമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് നീയാണ്, എനിക്ക് നീയും നിൻ്റെ കുടുംബവും കഴിഞ്ഞിട്ട് എനിക്ക് ഈ ജീവിതത്തിൽ എന്തുള്ളൂ, പക്ഷെ എനിക്ക് അത് കുറച്ചും കൂടി നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു, കാശും മണ്ണോ നല്ല വലുത്, അതിനെക്കാട്ടിലും വലുത് ബന്ധങ്ങളാണെന്നുള്ള കാര്യം ഞാൻ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി രവീന്ദ്ര പറഞ്ഞിട്ട് മധുസൂദനൻ അങ്ങനെ എല്ലാവരോടും പ്രത്യേകം യാത്ര പറഞ്ഞ സച്ചിയോടും രേവതിയോടും ശ്രീകാന്തിനോടും ശ്രുതിയോടും എല്ലാവരോടും വർഷയോടും ഒക്കെ എല്ലാവരോടും പരസ്പരം യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ രവീന്ദ്രനെ ചേർത്ത് പിടിച്ച് ശ്രീകാന്തിനെ ചേർത്ത് പിടിച്ച് മക്കളെ അച്ഛൻ ഒരുപാട് സന്തോഷമായിട്ടാണ് പോണത്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, കുറച്ച് ദിവസം നിൽക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളെന്തായാലും അങ്ങോട്ട് വരില്ലല്ലോ, ഞാൻ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, വന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ 2-3 ദിവസം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ
സച്ചി ഇപ്പോഴും ഇത് വിശ്വസിക്കണ്ടേ എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ നിൽക്കണേ. അങ്ങനെ രവീന്ദ്രൻ്റെ വീട്ടിൽ വന്ന മധുസൂദനൻ്റെ മാറ്റം കണ്ടിട്ട് ഉൾക്കൊള്ളാനാവാതെ നിൽക്കുകയാണ് ആ കുടുംബം. വേറൊരു സ്ഥലത്ത് വീണ്ടും ഒരു നുണക്കഥ കൂടി ഉണ്ടാക്കി ചന്ദ്രോദയത്തേക്ക് തിരിച്ചു നുഴഞ്ഞു കയറാനുള്ള ഒരുക്കത്തിലാണ് ശ്രുതി. അങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്പനിരപ്പ് വരുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.